PM ശ്രീ നടപ്പാക്കുക, അതേസമയം തന്നെ NEP-യിൽ നിന്ന് 2020-ലെ NEP-യിൽ നിന്നൊരു അകലം പാലിക്കുക എന്നുള്ള കാര്യം പ്രായോഗികമാകുമോ? ഇവിടെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകളാണ് ഉൾപ്പെടുക. പക്ഷേ അതിൻ്റെ മാനദണ്ഡം തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഫോളോ ചെയ്യുന്ന കരിക്കുലമാകണം എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്തെ ഒരു വിഭാഗം സ്കൂളുകൾ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വീതം NEP-യിലേക്ക് മാറുകയും മറ്റുള്ളവ മാറാതിരിക്കുകയും ചെയ്യുക എന്ന സാഹചര്യത്തിലേക്ക് വരും. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വേറെ, PM ശ്രീ വേറെ എന്ന ആ നിലപാട് നിലനിൽക്കുന്നതാണ്? അല്ല, അങ്ങനെ നിലനിൽക്കുന്നതല്ല. കാരണം നമ്മൾ ഒപ്പുവെക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻസിൽ ഒന്നാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒപ്പിടുകയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം മുൻപോട്ട് വയ്ക്കുന്ന മുഴുവൻ കണ്ടീഷൻസും പാലിക്കാം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒപ്പിട്ട് കൊടുക്കുകയാണ് ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വഴി. അപ്പോ PM ശ്രീ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ടീഷണലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുൻപോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ ഘടനയുടെ മാറ്റം അടക്കം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 5+3+3+4 എന്ന് പറയുന്ന ഘടനയടക്കം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പൊതുവായിട്ട് നിലനിൽക്കുന്ന ഒരു ചെറിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കേരളം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് മുൻപോട്ട് വയ്ക്കുന്ന സിലബസ് നിർബന്ധമായിട്ടും കേരളത്തിൽ പഠിപ്പിക്കേണ്ടി വരും എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം നമ്മുടെ സ്കൂളുകൾ പല രീതികളിലാണ്. ഒന്ന് സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകളുണ്ട്, ഒന്ന് CBSE ബോർഡ് സ്കൂളുകളുണ്ട്, മറ്റു ബോർഡുകളുമുണ്ട്. അതിനകത്ത് CBSE ബോർഡിന്റെ സ്കൂളുകളുടെ സിലബസ് നിർണ്ണയിക്കാനുള്ള അധികാരം മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റിനും NCERT വഴി സെൻട്രൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, CBSE വഴി നടത്തുന്നത്. അതേസമയം സ്റ്റേറ്റ് ബോർഡിന്റെ സിലബസുകൾ നിർണ്ണയിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡിന്റെ സിലബസ് നിയന്ത്രിക്കുന്നതിന് പൂർണ്ണ അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെയായിരിക്കും. അതുകൊണ്ട് NEP-യിലേക്ക് മാറിയാൽ കേരളത്തിലെ മൊത്തം സിലബസും മാറും, ദേശീയ തലത്തിലുള്ള സിലബസിനനുസരിച്ച് മാറും എന്നുള്ളൊരു പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് PM ശ്രീയിലേക്ക് മാറിയാലും അങ്ങനെ മാറുകയില്ല. മറിച്ച് സ്റ്റേറ്റ് ബോർഡാണ് സ്റ്റേറ്റിന്റെ സിലബസ് നിർണ്ണയിക്കുന്നത്, സെൻട്രൽ ബോർഡാണ് CBSE-യുടെ സിലബസ് നിർണ്ണയിക്കുന്നത്. അങ്ങനെ മാറുമ്പോൾ ഈ 2 ബോർഡുകളും രണ്ടായി തന്നെ മുൻപോട്ട് പോകും. പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന 5 വർഷത്തെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ടുള്ള ഏതാണ്ട് 1.89 കോടി രൂപ ഓരോ സ്കൂളുകൾക്കും ലഭിക്കുകയും ആ സ്കൂളുകൾക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ എക്സലന്റ് ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് സ്റ്റേറ്റ് മുഴുവൻ നടപ്പാക്കപ്പെടുന്ന ഒരു പദ്ധതിയല്ല, മറിച്ച് സെലക്ടഡ് സ്കൂളുകളിൽ മാത്രമുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു കണ്ടീഷൻ മാത്രമാണ് NEP കേരളത്തിൽ നടപ്പാക്കുക എന്നുള്ളത്. അപ്പം ഒന്ന് PM ശ്രീ നടപ്പാക്കുകയും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാതിരിക്കുകയും ചെയ്താൽ സെൻട്രൽ ഗവൺമെന്റിന് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഈ പണം വാങ്ങുന്നത്.